നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ ഒന്ന് രണ്ട് പ്രാദേശിക കാര്യം പറഞ്ഞിട്ട് വിഷയത്തിൽ കിടക്കാം. അതായത് ഈ തേവയ്ക്കൽ പഴയ കങ്ങരപ്പടിക്ക് തുല്യമാനേക്കാൾ മോശമാണെന്ന് നമ്മൾ പറഞ്ഞ് ജനങ്ങൾ ഒരുപാട് ഈ ആൾക്കാരെ ശ്രദ്ധിച്ച് മറുപടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മേൽപ്പാലം പോകുന്നുണ്ട്, കനാല് റോഡ് ക്രോസ് ചെയ്ത്. അന്ന് താഴത്തോടി പോകാൻ പറ്റാത്തതുകൊണ്ട് അത് ഉയരത്തിൽപ്പെട്ട് ഇന്നിപ്പോൾ വലിയ തടസ്സമാണ്. പുതിയ ലോ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ആ മേൽപ്പാലം ഇല്ലാതെ തന്നെ ആ റോഡ് അല്പം പൊക്കിയാൽ, ഒരു 3 അടി പൊക്കിയാൽ, ഇപ്പം തന്നെ 2 അടി താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. പൊക്കിക്കഴിഞ്ഞാൽ സൈഡിൽ വെള്ളം വരുത്തിയിട്ട് അത് പാലത്തിൻ്റെ അടിയിൽ കൂടി കയറി മുകളിലേക്ക് പൊയ്ക്കോളും. അത് ഉൾപ്പെടെ വലിയ മാറ്റം അവിടെ വരുത്താം. അപ്പോൾ അവിടുത്തെ MLA MP മറ്റ് പ്രാദേശിക ഭരണാധികാരികൾക്കും ശ്രദ്ധിച്ച് അതൊന്ന് വികസിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഇന്ന് ആന്ധ്രാപ്രദേശിൽ ഒരു ലക്ഷറി കോച്ച് ബസ് കത്തി 22 മരിക്കും, കുറേയധികം പരിക്ക് പറ്റി. ഇപ്പോഴത്തെ ഡോറെല്ലാം ഓട്ടോമാറ്റിക് ഡോറായതുകൊണ്ട് തീ പിടിച്ച പിന്നെ അത് ലോക്കായി പോകും, തുറക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവം ദുബായിലൊരു സൂപ്പർ മാർക്കറ്റ് തീ പിടിച്ചപ്പോൾ ബഹളം കണ്ട് ഷട്ടർ താഴ്ത്തിയിട്ട് തൊഴിലാളി, അതാ നിയമം, അതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ ഷട്ടർ താഴ്ത്തി, അത് ഇരുമ്പല്ലേ ചൂടായി തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതിനേക്കാൾക്ക് ഉപരി അമേരിക്കയിലെ ഇരട്ട ഗോപുരം കത്തിച്ചപ്പോൾ ആ ഓട്ടോമാറ്റിക് ലോക്ക് കാരണമാണത് എത്രയും ആൾക്കാർ മരിക്കാൻ കാരണം. ഒരു കാര്യം പ്രത്യേകം ലോകം ശ്രദ്ധിക്കണം, ഇന്ത്യ ശ്രദ്ധിക്കണം, കേരളം ശ്രദ്ധിക്കണം. അത് മറ്റൊന്നുമില്ല, വല്ലപ്പോഴും ഒരിക്കൽ ഡോറ് തുറന്നുപോയി ഒരു മരണം ഉണ്ടായാൽ അത് തെറ്റ് തന്നെയാണ്. അതിൻ്റെ പേരിൽ അപകടം ഉണ്ടായാൽ 100 കണക്കിന് ആൾക്കാർ ചാവേണ്ട ഗതിയാണ് ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക് ഡോറ്. അത് ഓട്ടോമാറ്റിക് ഡോറ് സ്വാഭാവികമായിട്ടും അത് മാനുവലായിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിമാനത്തിൽ നോക്കി ഓട്ടോമാറ്റിക് ഡോറല്ല, മാനുവൽ ഡോറാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ച് തുറക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഓട്ടോമാറ്റിക് ലോക്ക് മാറ്റി മാനുവൽ ലോക്ക്, സാധാരണ ഡോറായിരിക്കുന്നത്. അതിന് ബസ്സുകളിലും മറ്റ് ബിൽഡിങ്ങിലേക്ക് ആക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനെക്കുറിച്ച് ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ, പ്രവർത്തിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. ഓക്കെ. പണ്ടൊരിക്കൽ ഏതാനും മാസം മുമ്പ് ഒരു പ്രവാചക സ്ത്രീലിംഗാണല്ലോ, ഒരു ജപ്പാൻ കാര്യമായിട്ട് പറഞ്ഞ് ഇങ്ങനെ വലിയ അപകടം ഉണ്ടാവുന്നതൊക്കെ അത് കണ്ടപ്പോഴേ നിങ്ങളുടെ മൊയ്തീൻ ഷാ ഒരു കാര്യം പറഞ്ഞു. ഖുർആനിന് അനുവദിച്ച ഹദീസ് പ്രകാരം ലാസ്റ്റ് പ്രവാചകൻ മുഹമ്മദ് നബിയാണ്, ഇനി ഒരു പ്രവാചകൻ ഇല്ല എന്ന് പറഞ്ഞവർക്ക് ഇതുപോലെ ഒരു പ്രവാചക രീതി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളത് ഉൾക്കൊള്ളുന്നില്ല എന്ന് 200 കോടി മുസ്ലിങ്ങളുള്ള ലോകത്ത് ഒരാൾക്കെങ്കിലും പറയാൻ ധൈര്യമോ പറയാനുള്ള വിവേകമോ ഉണ്ടായില്ലല്ലോ. പാവം മൊയ്തീൻ ഷാ വേണ്ടി പറയേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞതിന് ശേഷം പല മൗലവിമാരൊക്കെ എനിക്ക് അനുമോദനം അർപ്പിച്ചു. അതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭയവിഹുലരാണെന്നും നിരാശരാണെന്നും പ്രതിസന്ധിയിലാണെന്നൊക്കെ ചർച്ചയുണ്ട്. ആ മുസ്ലിങ്ങൾ പഠിച്ച നേതാക്കൾ പറയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെ പറയും ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആത്മാഭിമാനത്തോടെ ആത്മാർത്ഥതയോടെ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് ഉള്ള പ്രയാണത്തിന് തടസ്സം വരാതെ ആത്മബലം കൊടുക്കുന്ന ഒരു കാര്യം എൻ്റെ ഈ 30 കോടി ജനങ്ങളുണ്ടായിട്ടും ഒരാൾ പോലും വ്യക്തമായിട്ട് ഈ പാവ സമുദായത്തിന് ഒരു ശക്തമായ ഉറപ്പ് കൊടുക്കാതിരുന്നു. ഞങ്ങൾ ആ ഉറപ്പ് കൊടുത്തു കാര്യകാരണ സഹിതം. അതിനുശേഷം പറയുന്നത് മൊയ്തീൻ ഷാ ചെറിയ ആളാണെങ്കിലും പറയുന്ന വിഷയം വലുതാണ്. ആരും പറഞ്ഞു നോക്കല്ലേ, എന്ത് പറഞ്ഞു നോക്കിയാൽ മതി. അത് ഒരുപാട് ഞങ്ങൾക്ക് അതിന് മറുപടി വന്നു. ഞാനത് നിങ്ങൾ ഉത്തരം പറയാമെന്ന് പറഞ്ഞു, തിങ്കളാഴ്ച പറയാൻ വേണ്ട, ഇന്ന് തന്നെ പറയാൻ കാരണം ഇപ്പോൾ കുറേ വർഷമായിട്ട് സംഘപരിവാറാണ് ഭരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ബഹുമാന്യായ മുർമു അവർ കേരള സന്ദർശനം 4 ദിവസം നടത്തിപ്പോയി. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റും ഒക്കെ വരുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിൽ സാധാരണ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലുള്ള 3 മതങ്ങളുണ്ടോ, ഹിന്ദു, കേരളത്തിൽ വടക്കേ ഇന്ത്യയിലൊന്നും ക്രിസ്ത്യൻസ് ഒന്നും ഇല്ലല്ലോ കാര്യമായിട്ട്.
ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം, ആ 3 മതമാണ് കേരളത്തിൽ. ആ 3 മതക്കാർ ഏതെങ്കിലും കയറി ഇറങ്ങിയിരിക്കും, കൂടി കുറഞ്ഞിരിക്കലും എല്ലാവർക്കും തുല്യമായിട്ട് ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മുറുമ്പോയിൽ പ്രസിഡന്റ് വന്ന് പോയിട്ട് ഒരു ക്രിസ്ത്യൻ പരിപാടിയിൽ പങ്കെടുത്ത് ബാക്കിയുള്ള ഹിന്ദു പരിപാടിയെ വെച്ച്. അപ്പോൾ അറിയാം മുസ്ലിം സമുദായത്തോട് ഇന്ന് രാജ്യഭരിക്കുന്ന കക്ഷികളുള്ള ആത്മാർത്ഥയും പിന്നെ അവരുടെ വിലയിരുത്തലും ഇതെല്ലാം ശരി തന്നെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. എങ്കിൽ പോലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ സമുദായത്തെ നശിപ്പിക്കാനോ ഒതുക്കാനോ ലോകത്ത് ഒരു ശക്തിയും സാധിക്കില്ലെന്ന് മാത്രമല്ല, ആ സമുദായം ഉത്തരവാദിത്വം വളർന്നു വരികയാണ്. ഇന്നിപ്പോൾ ഒരു സംഘ ചാനൽ പറഞ്ഞ് കേരളത്തിൽ പറഞ്ഞിട്ട് 53% ഹിന്ദുക്കളുടെ ഇത് കുറയാൻ പോണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ജനസംഖ്യ കൂടുന്നു. ഏടോ മരമണ്ടന്മാരെ, മുസ്ലിങ്ങൾ 18 വയസ്സിൽ കല്യാണം കഴിച്ച് 2 കുട്ടികളെ നിർബന്ധമായിട്ട് 2 കുട്ടികളുടെ മൂന്നാമത് വരുന്നത് വളരെ കുറച്ചുള്ളൂ, 2 കുട്ടികൾ. നിങ്ങൾ ഒന്നുപോലും ചെയ്യുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല, കഴിച്ചതിന് വൈകി പോകുന്നു. അഥവാ വൈകി കഴിച്ചതിന് ഒരു പ്രസവം നടത്തി അത് കഴിഞ്ഞ് പാത്രം കഴിവയ്ക്കാണ്. ഇവിടുത്തെ പ്രമുഖരായ ദളിത് ഹിന്ദുക്കളല്ല, ദളിതകളല്ല, ഇവിടുത്തെ സവർണ ഹിന്ദുക്കളും സവർണ ക്രിസ്ത്യാനികളും. ഇതാണ് നിങ്ങൾ പാല് അടിച്ച് കരഞ്ഞിട്ട് എന്തെടോ കാര്യം? മുസ്ലിങ്ങൾ കളിയെ പിടിക്കണ്ടോ? പിന്നെ മറ്റുള്ള പോലെ നിങ്ങൾക്ക് സാമാന്യം ഇത് വയ്ക്കാൻ ഞങ്ങൾ താല്പര്യമില്ല, അതൊക്കെ അൺപാർലമെൻ്ററിയാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് ഇപ്പം നാളെ അച്ഛൻ്റെ പ്രസ്ഥാനമുണ്ട്, 5 മക്കളെ 6 മക്കളെ അടക്കും, അവർക്ക് സമ്മാനം കൊടുക്കും. എൻ്റെ അച്ഛ അതൊന്നും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞാടുകളോട് പറയേണ്ടത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ 2 മക്കളെങ്കിലും വേണം, അതിൽ ഉറച്ചു നിൽക്ക്. അല്ല 5, 6 ഉണ്ടാക്കിയിട്ടേ തയ്യുള്ളൂ. അതുപോലെ 1, 2 കുടുംബം ഉണ്ടാക്കും, ബാക്കി ഉണ്ടാക്കുമോ? 2ൽ ഉറച്ചു നിൽക്ക്. അത് ഹിന്ദു സമുദായം ക്രിസ്ത്യൻ സമുദായം ചെയ്യാതെ മുസ്ലിം സമുദായത്തിന് പുറത്തേക്ക് കയറിയിട്ട് കാര്യമുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് സംഘപരിവാർ പറയുന്ന, അല്ലെങ്കിൽ ആ ബ്രാഹ്മിൻസ് നയിക്കുന്ന സംഘപരിവാറിൻ്റെ ആ ചിന്താഗതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഒരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ശാസ്ത്രീയ കൂട്ടായ്മയാണ്. അത് ഏറ്റവും വലിയ തെളിവ് തനി ബ്രാഹ്മണനായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മിനിയാന്ന് പ്രസ്താവന നടത്തി. സനാതന ധർമ്മത്തിന് മുഖ്യ ശത്രുവും എതിരാളിയും വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് മുസ്ലിം എന്ന പറഞ്ഞല്ല, രാഷ്ട്രീയ മുസ്ലിമാണ്. 100% ശരിയാണ് ത്യാഗി സാറേ, 100% ശരിയാണ്. അങ്ങ് സത്യം പറഞ്ഞു. എന്താ കാരണം? കേട്ടോളൂ, ബുദ്ധിയുള്ള RSSകാരും ഹിന്ദു സവർണരും കേട്ടോ പറയുന്ന മൊയ്തീൻ ഷാണെങ്കിലും ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടാണ്, വളരെ ശക്തികളാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതാണ്ട് ആര്യന്മാർ കാശ്മീർ കടൽ കടന്ന് ഇന്ത്യയിൽ വന്ന ആര്യന്മാരാണ് ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. അവർ 10,000 വർഷമായതൊക്കെയാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, 3000 വർഷത്തിൽ കൂടുതൽ ഇങ്ങനെ ആയിട്ടില്ലല്ലോ. 3000 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഇവിടെ ഇസ്രായേലിൻ്റെ യഹൂദ മതം വന്നിട്ടും, യഹൂദ മതം ലോകത്ത് വന്നിട്ട് മോർ ദാൻ 3000 ഇയർ കഴിഞ്ഞ്, ആര്യന്മാർ ഇന്ത്യയിൽ വന്നിട്ട് ഏതാണ്ട് മോർ ദാൻ 3000 കഴിഞ്ഞ്. ആര്യന്മാരിൽ പ്രധാന ബ്രാഹ്മിൻസാണ്. ബ്രാഹ്മിൻസ് ഇന്ന് ഇന്ത്യയിൽ മാത്രമുള്ള ലോകത്തില്ല, ഇന്ത്യയിൽ 3 കോടിയിൽ താഴെയുള്ളൂ. എത്ര 1000 വർഷം, 3000 വർഷം മുമ്പ് 3000 വർഷം കുടിക്ക്, 3000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള യഹൂദ മതത്തിൽ 3 കോടിയുള്ള ലോകവ്യാപകമായിട്ട്. എന്ത് ഈ 2 മതത്തിലും വധമില്ലാത്തത്? മറിച്ച് 1500 വർഷമുള്ള ഇസ്ലാം മതം 200 കോടി അടക്കാൻ പോകുന്നു. 2000 വർഷമുള്ള ക്രിസ്തു മതം 220 കോടിയുണ്ട്. അവരെല്ലാം ഇത്രയും അധികം. നിങ്ങൾ 3000 വർഷം പഴക്കമുള്ള മോർ ദാൻ 3000 പഴക്കമുള്ള എന്തുകൊണ്ടാണ് യഹൂദ മതവും ബ്രാഹ്മണവും വളരാത്തത്? കാരണം നിങ്ങൾ അങ്ങോട്ട് ഈ പുഴയിലെ വെള്ളം കടലിൽ ചെല്ലുമ്പോൾ കടലിൽ പതപ്പിച്ച് കളയും, തിരയായിട്ട് അങ്ങോട്ട് ചേർക്കില്ല. അതുപോലെ നിങ്ങളിലേക്ക് ഒരാളങ്ങോട്ട് കയറ്റില്ല. പിന്നെ നിങ്ങൾ ഉൽപ്പാദന ശേഷിയാണ്, നിങ്ങൾ പരമാവധി പ്രസവിക്കുന്നില്ല. സമ്പന്ന സവർണ വിഭാഗമുണ്ട്, സുഖലോലുപരാണല്ലോ. അപ്പോൾ ഒരു കാര്യമുണ്ട്, മറ്റ് സമുദായം മുസ്ലിം സമുദായം അങ്ങനെയില്ല, ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, RSSൻ്റെ രൂപീകരണം 100 വർഷം കഴിഞ്ഞു. അവർ ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല, ഹിന്ദുത്വ രീതി പ്രോത്സാഹിപ്പിച്ചു, പ്രസ്ഥാനം ഉണ്ടാക്കി. അത് കണ്ട ബുദ്ധിമാനായ അംബേദ്കർ അതൊരു കൗണ്ടർ, നമ്മുടെ സംഘപരിവാർ അവർ പ്രവൃത്തി വിജയിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അത് വിജയിക്കണമെങ്കിൽ അത് കുറ്റപ്പെടുത്തല്ല, അത് കൗണ്ടറായിട്ട് പകരം നമ്മൾ പറയണം. അല്ല, സംഘപരിവാർ അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് അവർ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലേ ചെയ്യേണ്ടത്. നമ്മളൊരു പകരം അപ്പോൾ അതിന് പകരമായിട്ട് അംബേദ്കർ കണ്ടുപിടിച്ച് 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ ജനസംഖ്യയിൽ 10% സവർണ വിഭാഗം, അത് 2% ബ്രാഹ്മിൻസ്.
അത് വന്നപ്പോൾ അവർക്ക് വേറെ കാര്യം പറഞ്ഞു, ഈ 90% ഒരുമിച്ച് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പോകാനുള്ളൂ ഈ 10% പിന്നെ സവർണ്ണ വിഭാഗം അല്ലെങ്കിൽ 2% ബന്ധം ബ്രാഹ്മിൻസ്. അപ്പോൾ അവർ ഭയപ്പെടാൻ ഒരു കാരണമുണ്ട്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യക്ക് വെളിയിൽ 100 രാജ്യങ്ങളുണ്ട് പോകാം. പക്ഷെ ബ്രാഹ്മിൻസിന് ഇന്ത്യ വിട്ട് പോകാൻ വെച്ചാൽ ആകെ ഹിന്ദു രാഷ്ട്രം നേപ്പാൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, ബാക്കി പുറത്ത് പോകാനില്ല, അവർ ഇവിടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് എന്താ ചെയ്ത് അവർ ബുദ്ധിയുള്ള ഐക്യമല്ല കൂടുതലാണോ ബ്രാഹ്മിൻസിൻ്റെ, ഞാനത് കുറ്റം വന്നില്ല. അവർ കണ്ടുപിടിച്ചറിയോ, ഭരണത്തെ ചുക്കാൻ നമ്മുടെ കയ്യിൽ വേണം, ഏത് ബ്രാഹ്മിൻസ് കയ്യിൽ വേണം. അത് നൂറ്റാണ്ടുകിട്ടാൻ പോന്നിരിക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യയുടെ ഭരണസ്ഥിരാകേന്ദ്രം ഭരണത്തിനൊക്കെ ചുക്കാൻ ബ്രാഹ്മിൻസ് കയ്യിൽ തന്നെയാണ്. അത് പോകാതിരിക്കുമ്പോൾ അവർ ശ്രമമാണ്. അപ്പോൾ അതെന്താ വേണ്ടത്, ഈ 90% വരെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളിൽ 20% മുസ്ലിം, അവരാണ് സാഹോദര്യത്തിൻ്റെ മതമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായം 18 അപ്പോൾ 15 കുറഞ്ഞാൽ 5% കൺവേർട്ട് ക്രിസ്ത്യാനി. ഈ 5% കൺവേർട്ട് ക്രിസ്ത്യാനായിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതേവരെയും ക്രിസ്ത്യാനിയായിട്ടില്ല. ഇപ്പോഴും തൃശങ്ക് സ്വർഗത്തിൽ പോലെയാണ്. അതിൽ ബ്രാഹ്മിൻസ് വേറെ ആര് വന്നാലും ബ്രാഹ്മിൻ ചേർക്കില്ല, അവർക്ക് ബ്രാഹ്മൺ തന്നെ ആയിരിക്കണം. അല്ല ലക്ഷത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ കൃത്രിമമായിട്ട് ബ്രാഹ്മിൻസ് അത് എന്ത് ഉൾപ്പെടുത്തി ആക്കുന്നുണ്ട്. നമ്മുടെ കാലി സിനിമ നടി ബ്രാഹ്മിൻ സ്ത്രീ ആയെന്നൊക്കെ പറയുന്നത്, അവർക്ക് കോടികൾ വന്നവരുള്ളൂ, അതുകൊണ്ട് വംശം വർദ്ധിക്കില്ല. അതാണ് തന്നെ. ഏകദേശം മുസ്ലിങ്ങളല്ല, ഒരു പുലയനാണ്, അതിൽ താഴെ പറയാനാണ്. നാളെ കലിമല്ലി ഇസ്ലാം മതത്തിൽ വന്നാൽ ഇവിടെ മൊയ്തീൻ ഷായുടെ അല്ലെ ഒപ്പം അല്ലെങ്കിൽ ഷിഹാബദങ്ങളുടെ ഒപ്പമൊക്കെ പള്ളിയിൽ ഇവിടെ ആരും ഇറക്കി വിടില്ല. അതൊരു സാഹോദര്യത്തിൻ്റെ മതമാണ് ഇസ്ലാം. അതാണ് നമ്മുടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, സാഹോദര്യ മതം ഇസ്ലാമിൽ എത്ര മറ്റൊന്നുമില്ലെന്ന്. അത് സാഹോദര്യ മതമാണെങ്കിൽ ഇത് അങ്ങടിപ്പിക്കില്ല അങ്ങോട്ട് ബ്രാഹ്മിൻസ് മതത്തിലേക്ക്, പിന്നെ അങ്ങനെ കൂടും. അപ്പോൾ അതാണ് അവർ വർദ്ധിക്കാത്തത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ അധികാരം നിലനിർത്താൻ അവർ ബുദ്ധി ഉപയോഗിക്കണം, എണ്ണം ഒരു പരിധിവരെ ശരി. ജനാധിപത്യത്തിലൊക്കെ എണ്ണ ശരിയാണെങ്കിൽ മറ്റതിൽ എണ്ണല്ല, ബുദ്ധിയാണ്. അതാണ് ഇസ്രായേൽ 200 കോടിയോളം മുസ്ലിങ്ങളുടെ ആയിട്ടും 3 കോടിയുള്ള ഇസ്രായേലിന് മുമ്പിൽ ജയിച്ചു എന്ന് തോറ്റു പറയാൻ പറ്റില്ല, അങ്ങനെ നിൽക്കുകയാണ്. അത് അപ്പോൾ എണ്ണത്തിലുള്ള കാര്യം അവരെ ബുദ്ധിയിലാണ്. ആ ബുദ്ധി കൂടുതലായതുകൊണ്ട് അവർ ഭരണം കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമിക്കുന്ന കൂട്ടത്തിൽ അവർ ഒരു കാര്യം മനസ്സിലായി, 20% വരുന്ന മുസ്ലിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പിന്നോക്ക ദളിത് പക്ഷങ്ങൾക്ക് ശക്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കസവില്ലാത്ത പട്ടുപോലിരിക്കും. നമ്മൾ പട്ടുസാരി അതൊരു കസവില്ലെങ്കിൽ ഭംഗിയുണ്ടോ? അതുപോലെ ഞാൻ പറയും, അമ്മ എന്ന സംഘടന ഇവിടെ കേരളത്തിലുണ്ട്. നമ്മളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ കമ്മിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളൊരു കസവ് എന്ന് പേരിട്ട്, അപ്പോൾ കസവ് എൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ പട്ട് സാരിക്ക് പകിട്ടാവുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് പകിട്ട് കിട്ടിയെങ്കിൽ ഞങ്ങളുടെ കസവിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് എന്ന് പറയും പോലെ അങ്ങനെ മുന്നോട്ട് പോകണം. ആ നിലക്ക് അപ്പോൾ അവർക്കൊരു സംശയം എന്ന് വെച്ചാൽ, ഇങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ ശക്തി കിട്ടിയാൽ മാത്രമേ ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ അവരെ അകറ്റി നിർത്തുക വെച്ചാൽ മാറ്റി നിർത്തുക, അതിന് തന്ത്രം ഉപയോഗിക്കും. അത് ബുദ്ധിയാണ്. ആ തന്ത്രത്തിൻ്റെ പേരാണ് നമ്മൾ ഈ വർഗീയതയോ അല്ലെങ്കിൽ ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം, ഭിന്നിപ്പിൻ്റെ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട്, ലോകവ്യാപകമാണ്. അങ്ങനെ വരുമ്പോൾ അവർ അപ്പോൾ ഇപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലായി, ഏതാണ്ട് ഇന്ത്യ ഇന്ന് സംഘപരിവാർ അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് നയിക്കുന്ന സംഘപരിവാറിൻ്റെ കയ്യിലായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ ഒപ്പിടില്ല എന്നും ഒപ്പിടണമെന്നും പറയുന്നല്ലോ. ഇത്രയും നാണം കെട്ടൊരു ഭരണകൂടം, അതിൽ CPIയുടെ സ്ഥാനവും. എന്താടോ CPI, നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചാമ്പാടില്ല. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ LDFിൽ 2ാം കക്ഷിയാണല്ലോ, CPMനോട് പറഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കണ്ടോ? ഈ കരിഞ്ഞ് തീർക്കുമ്പോൾ തീർക്കാനുള്ളൂ. ഇതിനു മുമ്പ് എന്താണ്, നമ്മൾ മരിച്ച ആൾ CPIയുടെ സെക്രട്ടറി, അദ്ദേഹം ഒരു വിജിലൻസ് കേസുണ്ട് 100 കോടിയുടെ ഇവിടെ ഈ റേഷൻ അരി വിധത്തിൽ. അത് മുഖ്യമന്ത്രി ആഭ്യന്തരം കൈകാര്യം മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇതിൻ്റെ ഫയലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് 1 ലക്ഷം പറഞ്ഞില്ല, പറഞ്ഞാൽ ശരിയാവില്ലെന്നറിയാം. അതുപോലെ അവരെല്ലാം ഈ അമിത്ഷായും മോഡിയും ഓരോ സമ്പന്നനെയും വരുതിയിൽ നിർത്തിയതുപോലെ ഇവിടെ പിണറായി സഖാവും എല്ലാവരും വരുതി നിർത്തിയിരിക്കുക. സമ്പത്തുള്ളവർക്ക് പേടിക്കുള്ള, അല്ലാത്ത പേടിക്കണ്ട. ആ നിലക്ക് CPIക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. CPI ആയിട്ട് പോയില്ല. ഇപ്പം നോക്കിക്കോ, CPI അതിൽ ഒതുങ്ങും, ആ നിയമം പാസ്സാക്കും, BJP ആയിട്ടുള്ള സഖ്യം വരും. ഇനി എന്ത് സഖ്യമാകാനാണ് BJP ആയിട്ട്? സഖ്യമല്ല, പാർട്ടി ഒന്നാണ്. ഇപ്പോൾ കേരളത്തിൽ
സഖാക്കൾ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നെ കുറ്റപ്പെടുത്തിയത് കേരളത്തിൽ CPIM-ഉം BJP ഇപ്പോൾ ഒന്നാണ്, ഒരേ ഫോർമുല ഒരേ ഇതിൽ പോവാണ്. അതിന് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് സഖാക്കൾക്ക് ചില സഖാക്കൾക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ നമ്മുടെ കോർപ്പറേഷൻ മേയർ ഏത് പ്രസിഡന്റ് വന്നാൽ പോലും അതിന് സ്വീകരിക്കുന്നത് കോർപ്പറേഷൻ മേയറാണ്. പ്രസിഡന്റ് വന്നാൽ പോലും ഇന്നലെ ആൾ പ്രസിഡന്റാണ് പിന്നാന്ന് വന്നത്. പക്ഷെ ആ സ്വീകത്തിൽ മേയർ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മേയർ പരാതിയുണ്ട് എന്ന് പറഞ്ഞാൽ ശരി എനിക്കറിയില്ല. അതേ സമയത്ത് മന്ത്രി ഉണ്ട്, നമ്മുടെ എറണാകുളത്തെ മന്ത്രി. അത് പിന്നെ പിണറായി ഗ്രൂപ്പിൻ്റെ ആളാണ്, പിണറായിയുടെ ആൾക്ക് മാത്രമാണ് BJP-യിൽ ഒരു അവസരം കൊടുക്കുന്നുള്ളൂ. അല്ലാത്ത പുറത്ത് നിൽക്കുന്ന ഗ്രൂപ്പിൽ അവർ തൊടിക്കില്ല. അത് ഒരു വശത്ത് ശ്രദ്ധിക്കണം. സഖാക്കളെ ബുദ്ധിയിട്ട് നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ട് മേയറെ അതിൽ ഉൾപ്പെടുത്തിയില്ല? മേയർ സ്വീകരണം ഉൾപ്പെടുത്തിയിരുന്നത് ലിസ്റ്റിലുണ്ടായിരുന്നു, പക്ഷേ അത് അവസാനം തള്ളിക്കളഞ്ഞു ലിസ്റ്റ്, ഏത് സെൻസാസിലെ പരിപാടിയിൽ. അതുകൊണ്ട് പ്രസിഡന്റ് സ്വീകരിക്കാനും പുള്ളി പോയില്ല എന്നാണ് പറയുന്നത്. അതേസമയത്ത് മന്ത്രി രാജീവ് കണ്ടല്ലോ, രാജീവ് പിണറായി ഗ്രൂപ്പിലാണ്. എനിക്കോടത് മേയർ പിണറായി ഗ്രൂപ്പ് അല്ലെന്നോ, അല്ലെങ്കിൽ അതാ സംഭവിച്ചത്. അവിടെ മറുവശം വരികൾക്കിടയിലൂടെ ശ്രദ്ധിച്ച് ചോദിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ബീരൻ സാഹിബില്ല, ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയുടെ ചേട്ടൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ വളരെ പരിചയമുള്ള. അദ്ദേഹം മകളുടെ മറ്റേ പുള്ളിയുടെ ഇപ്പോഴത്തെ MP ആയിട്ടുള്ള ആള്, ചില പേര് പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ അദ്ദേഹം കപ്പലിലെ സ്വീകരണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്ന MP സ്ഥാനത്ത് എങ്ങനെയാണ് ഹാരിസ് ബീരാൻ നമ്മൾ അറിയപ്പെടുന്ന ഒരാൾ, നല്ല മിടുക്കനാണ്, വലിയ കുഴപ്പക്കാരൊന്നുമല്ല കേട്ടോ, ഞാൻ കുറ്റപ്പെടുത്തല്ല. എൻ്റെ വലിയ സുഹൃത്തുക്കളിലും എനിക്കറിയുന്ന ആളാണ്, പുള്ളി ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട്. ഹാരിസ് ബീരാൻ ആ കപ്പലിലെ സ്വീകരണത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായല്ലോ. എങ്ങനെ ഹാരിസ് ബീരാൻ അവിടെ വന്ന്? അതാ പറയുന്നത്, അടിയൊഴുക്കുകളുണ്ട്. ആ അടിയൊഴുക്കായിട്ട് ബന്ധമുള്ളൂ മാത്രമേ പ്രവേശമുള്ളൂ, അല്ലാതെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റായിട്ടോ ലീഗായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ BJP സംബന്ധിച്ച് അവരിപ്പോൾ അധികാരം അവരുടെ കയ്യിലായ നിലക്ക് ഇനി അവർ മുസ്ലിം വിരോധം അല്ലെങ്കിൽ മുസ്ലിം തകർക്കുന്ന ആഗ്രഹമൊന്നുമില്ല. പക്ഷെ മുസ്ലിം വളരാതെ അവരൊരു വളയമില്ലാതെ അതിൽ നിർത്തണം. കാരണം അവർ ഒരു കാരണവശാലും നാളെ മറ്റവർക്ക് ശക്തി പകർന്ന് ബ്രാഹ്മിൻസിന് എതിരെ വരരുത്. അത് മാത്രം അവർ ലക്ഷ്യമുള്ളൂ, അല്ല മുസ്ലിം തകർക്കണമെന്നുള്ളതല്ല. പക്ഷെ അതിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ന്യൂനപക്ഷ വർഗീയത നാടിനാപത്തല്ല. പക്ഷേ ന്യൂനപക്ഷ വർഗീയത കൂടിയാൽ ഭൂരിപക്ഷ വർഗീയത വരും. ഭൂരിപക്ഷ വർഗീയത വന്നാൽ നാടിനാപത്താണ്. അതുപോലെ ഈ മുസ്ലിങ്ങൾ കുഴപ്പക്കാരില്ലെന്നറിയാം. പക്ഷെ അവർ എന്നാലും നമ്മൾ നിയന്ത്രണം ചേർത്തില്ലെങ്കിൽ അവരൊരു സ്വതന്ത്രമായിട്ട് കൊടുത്താൽ അവരെന്ത് ചെയ്യും? പിന്നോക്കൻ്റെയും ദളിതിൻ്റെ കൂടെ നമുക്ക് ബ്രാഹ്മിൻസ് ഭീഷണി തന്നെയാണ്. അതങ്ങനെ ചെയ്ത്. അതുകൊണ്ട് എന്താ ചെയ്യാൻ തരുമോ? ഒരു മുസ്ലിം സമുദായമേ നിങ്ങൾ കേൾക്ക്, ഒരു യുദ്ധത്തിൽ രണ്ടെണ്ണം, ഒന്ന് ചേർത്ത് നിൽക്കുക, അതിന് പ്രതിരോധിക്കുക, പിന്നെ കടന്നാക്രമിക്കുക. പ്രതിരോധമുണ്ട്, പിന്നെ കടന്നാക്രമിക്കലുമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാതെ നോക്കും, അത് അങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങോട്ട് ആക്രമിക്കും, അറ്റാക്ക് ചെയ്യും. അത് രണ്ട് രീതിയാണ്. അപ്പോൾ ഇത് സംഘപരിവാറിനെ സംബന്ധിച്ച് അതിൽ പ്രത്യേക കക്ഷിയായ ബ്രാഹ്മിൻ സംബന്ധിച്ച് മുസ്ലിം സമുദായം അവർക്കെതിരെ ഒരു കാരണവശാലും വരാൻ പാടില്ല. അപ്പോൾ അതെന്താ ചെയ്യണ്ടേ? ഒരിക്കലും ഇങ്ങോട്ട് വരാത്തതിൽ അവരെ പ്രതിരോധത്തിൽ നിർത്താം. അത് കാലാകാലങ്ങളിൽ ഓരോ നിയമവും മറ്റു പ്രശ്നങ്ങൾക്ക് വരുന്നത്. അത് കോൺഗ്രസ് ഗവൺമെൻറ്റിൽ വരുന്നുണ്ട്, ഈ പറഞ്ഞ BJP ഗവൺമെൻറ് വരുന്നുണ്ട്. അതൊക്കെ അവർ അടിസ്ഥാനപരമായ ചില നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയാണ്. ഇതൊക്കെ അറിയാവുന്ന ഞങ്ങളിപ്പോഴുള്ള മനഃശാസ്ത്ര ഗ്രൂപ്പിന്, ഞാനൊക്കെ മനഃശാസ്ത്രജ്ഞനല്ല, മനഃശാസ്ത്ര വിദ്യാർത്ഥിയാണ്, പക്ഷേ ഞങ്ങൾ ഗ്രൂപ്പ് മനഃശാസ്ത്രമായുള്ള ഗ്രൂപ്പാണ്, അവർക്കിതറിയാം. അതുകൊണ്ട് അന്ധമായ RSS വിരോധം വേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ അന്ധമായ മുസ്ലിം വിരോധം വേണ്ട. ഇപ്പോൾ RSS നയിക്കുന്ന അല്ലെങ്കിൽ ബ്രാഹ്മിൻ നയിക്കുന്ന RSS ഏതാണ്ട് അവർ 99% വിജയിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് മുസ്ലിങ്ങൾക്ക് തടസ്സമല്ല, പറ്റും ആരും തടസ്സമല്ല ഇന്ത്യയിൽ. ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പറയണ്ടല്ലോ, രാഹുലിൻ്റെ കാര്യമൊക്കെ പറയണ്ടല്ലോ, ഞാൻ പിന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളെ മുഖ്യ ശത്രുവായിട്ട് ഇനി കാണുന്നതിൽ അർത്ഥമില്ല എന്ന് ഞങ്ങളുടെ മനഃശാസ്ത്രജ്ഞൻ പറയുമ്പോൾ അത് അവർക്കും അറിയാം. അതുപോലെ RSS ആണ് മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തൊട്ടിൻ പിടിച്ച് RSS ആയിട്ട് അകന്നു പോകേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ബുദ്ധിയുള്ളവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. ഞങ്ങളൊരു വഴി വയ്ക്കുന്നതോട് തീരുമാനം എടുക്കുന്നതല്ല. അതുകൊണ്ടൊക്കെ കൂടിയാ പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക്, ലോക മുസ്ലിങ്ങൾക്ക് ഒരു ആത്മാഭിമാനവും അന്തസ്സും മനോധൈര്യവും കൊടുക്കുന്ന കാര്യത്തിൽ ചിരിച്ച് പറയട്ടെ, മൊയ്തീൻ ഷാ നയിക്കുന്ന ഗ്രൂപ്പും ശക്തമായി പിന്തുണ കൊടുത്തിരിക്കുന്നു.
അത് മുസ്ലിം സമുദായത്തിൽ അതിന് ശേഷം അവർക്ക് പതിവിലേറെ ഒരു ആത്മധൈര്യം വന്നിട്ടുണ്ട്, മനോധൈര്യം വന്നിട്ടുണ്ട്, ആത്മബലം വന്നിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ഇത്രയും കാലം ഉണ്ടായിട്ട് 10 വർഷങ്ങൾ 90 10-75 വർഷമായാലും സ്വാധീനം കിട്ടും. അന്നൊന്നും ഒരു മുസ്ലിം നേതാവും ഇത്രയും ആധികാരികമായിട്ടും വ്യക്തമായിട്ടും ശക്തമായിട്ടും അന്തസ്സായിട്ടും തലയുയർത്തി തുറന്ന മനസ്സോടെ തുറന്ന ഹൃദയം പറയും പോലെ പറഞ്ഞിട്ടില്ല. പറയാൻ അവർക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഗ്രൂപ്പ് മനസ്സിലായി. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങൾ ഒരിക്കലും ഭയവിഹ്വലരാകുകയോ അല്ലെങ്കിൽ നിരാശപ്പെടുകയോ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുക, വിജയിക്കുക. പിന്നെ ആവശ്യമില്ലാതെ നിങ്ങൾ എടുത്തു ചാടരുത്, നിങ്ങൾ മാതൃക കാണിക്കുക. അതൊക്കെ മിനിയാന്ന് പറഞ്ഞാണ്, മാങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ എടുത്തു ചാടരുത്, തീവ്രവാദത്തിൽ പോകരുത്. ഒരു വ്യക്തിയിൽ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ തീവ്രവാദി നിട്ടാൽ മതി. മനസ്സിലായില്ലേ? അതിൽ അമേരിക്ക ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ISIS തീവ്രവാദി എന്ന് ഇട്ടാൽ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ചെയ്താണ് മറ്റേ ഇതുണ്ട് ISIS മറ്റൊക്കെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടൊക്കെ തീവ്രവാദി എന്ന് ഇട്ടാൽ പിന്നെ അവൻ തന്നെ നശിച്ചു പോകും. അത് ഒരു കാരണവശാലും ഞാനൊരു തീവ്രവാദിയാണെന്നോ എൻ്റെ സംഘടന തീവ്രവാദി സംഘടനയാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടന പരസ്യമായിട്ട് ആരും പറയിപ്പിക്കരുത്. പറഞ്ഞു പോയാൽ തീർന്നു. പിന്നെ അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവന് ഒരു അംഗീകാരം കിട്ടില്ലെന്ന് മാത്രമല്ല, അത് വളരെയില്ല തളർന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകാതെ, അന്ധമായ സംഘവിരോധം പറയാതെ, ഭരിക്കുന്ന കക്ഷിയെ ഒരു പരിധിവരെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ പ്രവൃത്തിയിൽ ജാഗരൂകരായി മുന്നോട്ട് പോവുകയും ചെയ്താൽ കണിയാർ പറഞ്ഞാൽ ശുഭമാണ് കാര്യങ്ങൾ, വേർപ്പെടാനൊന്നുമില്ല. ഇതിൽ 2 കാര്യം BJPയിൽ വളർച്ചയ്ക്ക് ചാമ്പല ഈ കത്തോലിക്ക കോൺഗ്രസും പരസ്യമായിട്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന കത്തോലിക്ക കോൺഗ്രസും ഈ മുന്നണിയുടെ മുസ്ലിം നയിക്കുന്ന പാർട്ടിയാണ് അവർക്ക് ധൈര്യവും ആത്മബലവും കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആത്മബലവും ധൈര്യവും മനോധൈര്യവും കൊടുക്കുമ്പോൾ BJPക്ക് ആത്മബലവും മനോധൈര്യവും കൊടുക്കുന്ന ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും ഈ കത്തോലിക്ക കോൺഗ്രസ്സാണ് രാഹുലിൻ്റെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പറയാതിരിക്കുമ്പോൾ അപ്പോൾ ബീഹാർ ഇലക്ഷൻ നടക്കാമല്ലോ, അപ്പോൾ ഈസി ആയിട്ട് വരുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ഏതാനും ദിവസമേ ഉള്ളൂ. അതായത് രാഹുൽ ഗാന്ധി വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നല്ല മനുഷ്യൻ, ഒരു കുഴപ്പമില്ല, വളരെ ക്ലിയറാണ്, വെൽ ഡ്രസ്ഡ് ജെന്റിൽമാൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 1-1.5 വർഷം മുമ്പ് എല്ലാം ഉപേക്ഷിച്ച് കോൺഗ്രസ് പുറത്തുള്ള നേതാക്കളെ ഏൽപ്പിച്ച് സോണിയാഗാന്ധിയും ആങ്ങളെയും പെങ്ങളൊക്കെ മാറി നിന്നാണ്, പരസ്യമായിട്ട് പറഞ്ഞ് മാറിയതാണ്. ഏതാനും ദിവസങ്ങൾക്ക് അദ്ദേഹം ഒരു പദയാത്ര നടത്തി 5000 കോടി മുടക്കി. ഈ 5000 കോടി ആര് കൊടുത്തു, എങ്ങനെ കിട്ടി? ഇവിടെ ഒന്നും 10 പൈസ പിരിച്ചില്ല, ഇവിടെ ഒരു പോസ്റ്റർ ഒടിച്ചില്ല. അന്ന് ഇന്ത്യ മുഴുവൻ പോസ്റ്ററിൽ വലിയ ഫ്ലെക്സ് വന്ന് ഇവിടെ ഒരു 10 പൈസ അനുഭവിച്ചിട്ടില്ല, ഒരു ഫ്ലെക്സ് വെച്ചില്ല. പക്ഷെ ഒരു നെറ്റ്വർക്ക്, ഒരു ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചിട്ട് കേരളത്തിൽ കന്യാകുമാരി പോലും കാസർഗോഡ് വരെയും 14 ലക്ഷക്കണക്കിന് വലിയ വലിയ കൂറ്റം ഫ്ലെക്സുകൾ വെച്ച് പ്രചരണം നടത്തി 10, 14, 48 AC കോച്ചൊക്കെ വെച്ച് പോയി. ഈ പണം ആരിവിടെ കൊടുത്തു? അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. കോൺഗ്രസ്സുകാരെ ഞാൻ കോൺഗ്രസ് ചില കുറ്റം പറയുമ്പോഴേ എൻ്റെ ആൾക്കാരും എൻ്റെ പരിചയക്കാരും ഒക്കെ എന്നോട് ദേഷ്യം കാണിക്കും. അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോഴേ മുസ്ലിം ലീഗ് ചില ആൾക്കാർക്ക് എന്നോട് ദേഷ്യമൊന്നും, കാരണം അത് അറിവില്ലായ്മയാണ്. ഞാൻ മുസ്ലിം ലീഗിനെ അല്ല എതിർക്കുന്നത്, ഞാൻ കോൺഗ്രസ് അല്ല എതിർക്കുന്നത്. അവരിൽ വന്ന് വീഴ്ച ചൂണ്ടിക്കാണിക്കുക, അത് ഞാനോ അല്ല, എൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ചൂണ്ടിക്കാണിക്കുന്ന ഗ്രൂപ്പ് വേറെയാണ്. അത് ഞങ്ങൾ 10-30 പേരുള്ള വലിയ ശക്തമായ ഗ്രൂപ്പാണ്. അത് ബുദ്ധിരാഷ്ട്രന്മാരാണ്, മനഃശാസ്ത്രികളാണ്, ഫിലോസഫിസ്റ്റുകളാണ്, ശാസ്ത്രജ്ഞന്മാരാണ്, ഗണിത ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ്. അവരാണ് പറയുന്നത്. പക്ഷെ മുസ്ലിം ലീഗിന് സ്വന്തമായ ഒരു തീരുമാനം എടുത്ത് ദേശീയധാരയിലാണെങ്കിൽ ഇന്നും രാജ്യം ഭരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാം. അതാകാത്തതിന് പേരിൽ ഞാനിപ്പോൾ തല മുസ്ലിം ലീഗ് എതിർക്കുന്നില്ല. പക്ഷെ ചിലവർ അത് മനസ്സിലാക്കാതെ, അതായത് ചന്ദനമരം വെട്ടി നശിപ്പിക്കുമ്പോഴും അതിൻ്റെ സ്മെല്ല് നമുക്ക് തരും പോലെ ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾ കുറ്റപ്പെടുത്തി ഒതുക്കാണ്. ഒരു 10 പൈസ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമോ ഞങ്ങൾ ചോദിക്കാറില്ല. ചോദിച്ചാൽ അത് എന്തിനിപ്പോൾ ഷായുടെ പാർട്ടിക്ക് ഷാക്ക് എന്തിനുള്ള പൈസ എന്നുള്ള ചോദ്യമാണ്. ആയിക്കോട്ടെ, അതൊക്കെ അവർ അറിയില്ലായ്മ. പക്ഷെ അവരത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നേരം വെളുത്തു പോകും. അതാണ് കുഴപ്പം. അതുകൊണ്ട് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത്, ഇപ്പം ഹൈരീസ് വീരാൻ ഇപ്പോൾ പ്രസിഡന്റ് സ്വീകരണത്തിൽ എങ്ങനെയോ അവിടെ ചാൻസ് കിട്ടിയ വഴി ഞാൻ പറയുന്നില്ല. കാരണം ഇവിടെ ഇതിനു മുമ്പൊരു ഗവർണർ ഇരുന്നല്ലേ, മുഹമ്മദ് ആരിഫ് ഖാൻ. അദ്ദേഹം ഞാനും ബഹുജൻ സമാജ് പാർട്ടിയിൽ വർഷങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്.
പക്ഷെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയില്ല. കാരണം എനിക്ക് അദ്ദേഹത്തെ കണ്ട് ഒരു കാര്യം നേടാനില്ല, അതല്ല പരിചയം പുതുക്കാൻ താല്പര്യമില്ല. അദ്ദേഹം BJP നോമിനേറ്റ് വന്നിരിക്കുക. അപ്പോൾ അവിടെ ചെയ്ത് വിജയമൊക്കെ ഇവിടെ ഇബ്രാഹിം വിജയായിട്ട് ആരിഫ് മീരാൻ്റെ മീരാനെ കൂടി വന്നതിൻ്റെ അന്ന് തന്നെ പോയി കണ്ടല്ലോ. എന്താ കാരണം? ഇബ്രാഹിമിൻ്റെ പേരിൽ കേസുണ്ടേ. അത് ഗവർണർ കൂടി ആ ഒപ്പിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് പരിചയപ്പെടുത്താൻ അങ്ങോട്ട് നീക്കൂടെ സൂചിപ്പിക്കുക. അതൊക്കെ അതാണ് നിലനിൽപ്പിന് പ്രശ്നമാണ്. അവർക്കെല്ലാം ഭൗതിക നേട്ടമാണ്, സാമ്പത്തിക നേട്ടമാണ്. ഏത് മാർഗ്ഗമായാലും വേണ്ടില്ല, പണം ഉണ്ടാക്കണം, പേ ഉണ്ടാക്കണം, പ്രസിദ്ധ. ഞങ്ങളുടേതല്ല. സത്യം പറഞ്ഞ് അകന്നാലും വേണ്ടില്ല, കളവ് പറഞ്ഞ് നടക്കാൻ നല്ല സത്യം പറഞ്ഞ് അകല. അതാ പോകുന്നത്. ഒരു ചായ വാങ്ങിച്ചു കുടിക്കുന്നില്ല, ഒരു 10 വർഷം അഴിമതി കൃത്യം ചെയ്തിട്ടില്ല. ഇന്ന് കാണുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്വന്തം കുടുംബക്കാരെ പോലും കാഴ്ചവെച്ച് ആണ് നേതൃസ്ഥാനത്ത് കയറുന്നത്. പലവരും അവർക്ക് ഞെളിഞ്ഞെന്നുകൊണ്ട് വലിയ വലിയ ആളാകുമ്പോൾ ഇതൊന്നുമില്ലാതെ അതിൽ ആദർശത്തിലും സത്യത്തിന് വേണ്ടി ശ്രമിച്ച് അകന്ന് നിൽക്കുന്നവർ ഭൗതികമായിട്ട് നേട്ടം കുറയുമ്പോൾ അവനൊക്കെ കുറ്റപ്പെടുത്തണം. അവരെന്ത് കഴുത ഗുരുത്വമില്ലാത്തൻ, അതിനെന്ത് 10 വർഷം ഉണ്ടാക്കുക? അത് എങ്ങനെയോ 10 വർഷം ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ. ഞാനിപ്പോൾ മൊയ്തീൻ ഷാ, 77 വയസ്സുണ്ടെങ്കിലും സാമാന്യം തെറ്റില്ലാത്തൊരു ആരോഗ്യമുണ്ടെന്നാണ്. എനിക്കൊരു ധർമ്മം വാങ്ങിക്കാൻ പറ്റുമോ? എനിക്ക് എന്നേക്കാൾ യോഗ്യത എത്രയോ പേരുണ്ട്, ധർമ്മം വാങ്ങിക്കാൻ പറ്റുമോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൂലിവില ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും കൂലിവില ചെയ്താലും എനിക്ക് ജീവിക്കാമല്ലോ. അപ്പോൾ എനിക്ക് ധർമ്മം ചോദിക്കാൻ പറ്റുമോ? ഇനി ഒരാൾക്ക് എന്നെ സഹായിക്കണമെന്ന് എങ്ങനെ 5000 രൂപ 1000 തരും? എനിക്ക് ധർമ്മം വാങ്ങിക്കാൻ പറ്റില്ല, സക്കാത്ത് വാങ്ങിക്കാൻ അർഹനല്ല, ഒന്നുമില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ ഉള്ള വരുമാനം ഒതുങ്ങി പോകുമ്പോൾ മറ്റുള്ള കൃത്യമായിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ട് അത് വെല്ലുവിളിക്കാണ്. ഇന്നലെ ഒരു സംഘടന തിരഞ്ഞെടുപ്പാണ്, സംഘടന പേര് പറ്റില്ല. 2 പേരും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയും 2 പേരും സ്വന്തം നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എന്നിട്ട് അവർ മാറ്റാനൊന്നും പരിപാടിയില്ല, അവർ മാറാൻ തയ്യാറില്ല. അവരങ്ങ് നിൽക്കും, മരിക്കോളം നിൽക്കും. ഇനി പകരം ഒരു വർക്കിംഗ് പ്രസിഡന്റിനെയും ഒരു ഓർഗനൈസ് സെക്രട്ടറി വെച്ചേക്കണം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം നിൽക്കാൻ പറ്റാത്ത നേതാക്കളെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സ്വയം മാറണം. ഇത് മരിച്ചേ ഞാൻ മാറുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം. ഞാൻ കാന്തപുരത്തോട് പറഞ്ഞ പോലെ അള്ളാഹുവാണ് സത്യം. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പണം കട്ടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം മാറിയിട്ട് പുതിയ തലമുറ ഏൽപ്പിച്ചിട്ട് ശക്തിയെ ചലിക്കട്ടെ. നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയെ കുറ്റം പറയാൻ എന്താ അവകാശം? MESന്റെ സംഘടനല്ലോ, ഫൈസൽ ഗഫൂർ എത്ര ആളായി വന്നിട്ട് എത്ര ടൈമായി? NSSന്റെ എത്ര ടൈമായി? അവരൊന്നും മാറുന്നില്ല. അപ്പം ഇത് വെള്ളാപ്പള്ളിയോട് മാത്രം നിങ്ങൾ പലരും പറയുന്നുണ്ടല്ലോ, വെള്ളാപ്പള്ളി അങ്ങനെ ചെയ്തു. ഞാൻ വെള്ളാപ്പള്ളി ആളല്ല, വെള്ളാപ്പള്ളി ചെയ്ത് തെറ്റേനാ. പക്ഷെ സ്വയം മാറില്ലെന്നേ. മരിക്കുന്നവരെയും അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരു ജാതിയല്ല, ഹിന്ദുവിൻ്റെ സംഘടനയും ക്രിസ്ത്യൻ സംഘടനയും മുസ്ലിം സംഘടനയും ഈരോൻ്റെ സംഘടനയൊക്കെ മരിക്കുള്ളൂ. എന്തിടോ നിങ്ങൾക്ക് ഈ 30-40 വർഷമൊക്കെ ഒരു സ്ഥാനത്ത് വന്നിരിക്കുകയാണ്? ഒരു ടേമിൽ 2 ടേം. ഇപ്പം ഞങ്ങൾ ഇനിയുള്ള നിയമം മൂലം നിരോധിക്കണം. 2 ടേമിക്കുള്ളിൽ ഭാരവാഹിത്വം വഹിക്കാൻ പാടുള്ളത്. ധൈര്യം ഉണ്ടോ കാക്ക? ധൈര്യം ഉണ്ടോ ജോനെ? ധൈര്യം ഉണ്ടോ മാപ്പിളെ? ധൈര്യം ഉണ്ടോ നായരെ? നിങ്ങൾക്ക് ആ നിയമം ഉണ്ടാക്കി നിങ്ങളുടെ കണ്ണിൽ അന്ന് ഞാൻ നിങ്ങളെ പൊന്നിട്ട് പൂജിക്കാം, പൂവിട്ട് പൂജിക്കാം. ഞങ്ങളുടെ സംഘടന നിങ്ങളുടെ സാംസ്കാരിക സംഘടനയാണല്ലോ. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, പിന്നെ ഈഴവനുണ്ട്, നായർക്കുണ്ട്. അതാണ്. പിന്നെ ദളിതരുണ്ടെങ്കിലും അതുപോലെ. ഈ ദളിതിൻ്റെ കൂടി 5 സംഘടന, ദളിത് അങ്ങനെ സ്ഥിരമില്ലാതെ നിൽക്കണം. ഈ 4 സംഘടന നേതാക്കൾ ചോദിക്കണം, വെല്ലുവിളിയൊന്നുമില്ല. നിങ്ങളുടെ ബൈലുവിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല ഒരു നിയമം, ഒരു ക്ലോസ് ചേർക്കാൻ ധൈര്യമുണ്ടോ? എന്നിട്ട് പാടോ നമുക്ക് സംസാരിക്കാം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുന്നത് നിങ്ങൾക്ക് ജയ് ഹിന്ദ്.